ഇന്നലെ ഈസ്റ്റർ ദിനത്തിലും ഹിന്ദുത്വ തീവ്രവാദികൾ ക്രൈസ്തവരെ വെറുതെ വിട്ടില്ല. ഇന്നലെയും അവരുടെ പ്രയാണം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഗുജറാത്തിൽ അഹമ്മദാബാദിനടുത്തുള്ള സന്തോഷ് നഗറിൽ ഗ്രാമത്തിൽ വെസ്റ്റ് ഇന്ത്യ പെന്തക്കോസ്ത് സഭയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ഹൈന്ദവ തീവ്രവാദ RSS സംഘപരിവാർ കൂട്ടങ്ങൾ കയ്യിൽ വടിയും കമ്പും ആയുധങ്ങളുമേന്തി മര്യാദയ്ക്കിരുന്നു കൊണ്ട് ശാന്തമായിരുന്ന് ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയ്ക്കകത്ത് കയറി അവരുടെ ദേവന്മാരുടെ പേര് മുഴക്കുകയും, നമുക്ക് ആ പേരിനെടുക്കാൻ അർഹതയില്ല, അതിനുള്ള ഇതൊന്നുമില്ല, നമ്മൾക്ക് പേര് മുഴക്കുകയും അവിടെ വടിയും ആയുധങ്ങളും കൊണ്ട് സഭയ്ക്കകത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. കുഞ്ഞുകുട്ടികളും സ്ത്രീകളും ദൈവഭക്തന്മാരും ഒരുമിച്ച് ശാന്തമായി ഉയർത്തെഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുന്ന സമയത്തിലാണ് ഈ ഹൈന്ദവ തീവ്രവാദി കൂട്ടങ്ങൾ ഈ ദൈവസഭയിലേക്ക് ഇരച്ചു കയറിയത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവർ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഈസ്റ്റർ ദിനത്തിലാണ് ശ്രീലങ്കയിൽ മുസ്ലിം തീവ്രവാദികൾ ഒരു സഭയ്ക്ക് ആലയത്തിനകത്ത് കയറി കുഞ്ഞുങ്ങളുൾപ്പെടെയുള്ള ജീവിതങ്ങളെ ബോംബ് കൊണ്ട് തകർത്ത് കളഞ്ഞത്. ഈ രണ്ട് കൂട്ടരും മത്സരിച്ച് പോരാടുകയാണ്. ഒന്നിന് മുസ്ലിങ്ങൾ തീവ്രവാദികൾ, രണ്ട് ഹൈന്ദവ RSS സംഘപരിവാർ തീവ്രവാദികൾ, രണ്ടുപേരും ക്രൈസ്തവരെ ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടി മത്സരിച്ച് പോരാടുകയാണ്. അതിൻ്റെ ഒരു സിമ്പലാണ് ഇന്നലെ ഇവിടെ ഗുജറാത്തിൽ സംഭവിച്ചതും അരങ്ങേറിയതും. ഞാൻ ഇന്ന് ചോദിക്കട്ടെ, ഈ 2025 പറയാം, BJP ഭരണം ഇന്ത്യയിൽ അടലാടിയതിന് ശേഷം തീവ്രവാദികൾ അതിൻ്റെ നിഴലിൽ RSS കൂട്ടങ്ങൾ ഇതിൻ്റെ നിഴലിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവ സഭയെ അങ്ങ് അടിച്ചമർത്തപ്പെടുവാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആരോട് യുദ്ധം ചെയ്യാത്ത, ആരോടെ എതിർക്കാത്ത, ആരോട് പോരാടുവാൻ പോകാത്ത, അവർ ശാന്തമായിരുന്ന് ക്ഷമ പഠിപ്പിച്ച, സഹനം പഠിപ്പിച്ച നമ്മുടെ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന കൂട്ടങ്ങളെ തച്ചുടച്ചു കളയാൻ, കൊന്നെടുക്കുവാൻ പടക്കൂട്ടമായി ഈ ദൈവസഭയ്ക്കെതിരെ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ രാഷ്ട്രങ്ങളോ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ഈ വാർത്തയ്ക്കെതിരെ സംസാരിക്കുന്നത് കണ്ടിട്ടൊന്നുമില്ല. ചില സോഷ്യൽ മീഡിയകളിൽ ഇത് വളരുന്നു, ചില സോഷ്യൽ മീഡിയകളിൽ പുറത്തു വരുന്നു. ഞങ്ങളിപ്പോൾ യൂട്യൂബ് ചാനലുകളിലും ഇത് പുറത്തു വിടുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കും നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നും. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവസഭകൾക്ക് വേണ്ടി, ക്രൈസ്തവ കൂട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ഇതിനിപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒത്തിരി പേര് വരാം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരാം, അതുകൊണ്ടാണ് ഇങ്ങനെ ആലയങ്ങളിൽ തച്ചുടയ്ക്കപ്പെടുകയും ദൈവദാസുമാർ, കന്യാസ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഒത്തിരി പേര് എഴുന്നേറ്റ് വന്നോട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, കടമ നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇനി ശ്രദ്ധിക്കണമേ, ഈ കഴിഞ്ഞ ആണ്ടുകൾക്ക് മുമ്പ് ക്രൈസ്തവ സഭയെ തുടച്ചു നീക്കുവാൻ, ക്രൈസ്തവ കൂട്ടങ്ങളെ തച്ചുടയ്ക്കുവാൻ, ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു കളയുവാൻ വേണ്ടി എഴുന്നേറ്റ ഒരു പടക്കൂട്ടങ്ങളെയും ഇപ്പം കണ്ടിട്ടില്ല. അവരൊക്കെയും ഈ മണ്ണിൻ്റെ മുകൾ പരപ്പിനകത്ത് നിന്ന് മാഞ്ഞുപോയി. പരസ്യമായി പറഞ്ഞാൽ ദൈവം അവരെ തുടച്ചു മാറ്റി എന്ന് തന്നെ പറയാം. ബൈബിൾ വലിച്ചു കീറുമെന്നും ബൈബിൾ അച്ചടിക്കുന്ന സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുമെന്നും പറഞ്ഞവർ ഇന്ന് ബൈബിളിനെ പ്രസംഗിക്കുകയും ബൈബിളിനെ പ്രഘോഷിക്കുകയും ബൈബിളിനെ വ്യക്തമായി സത്യമാണെന്നറിഞ്ഞുകൊണ്ട് അത് പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ബൈബിളും ക്രൈസ്തവരെയും ആരാധനാലയങ്ങളെയും നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്ന് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ക്രൈസ്തവരെ ഞങ്ങൾ ഒതുക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാരൊന്നും ഇന്ന് ഭൂമിക്കകത്തില്ല. ഇന്ന് ക്രൈസ്തവരുണ്ട്, ക്രൈസ്തവ സഭയുണ്ട്. യേശുവിന്റെ നാമം പോലും ഈ ഭൂമി ഉച്ചരിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ആ നേതാക്കന്മാരൊന്നും ഭൂമിക്കകത്തില്ല. പക്ഷെ ഇന്നും ഒതുക്കുമെന്നും പറയപ്പെട്ട ആ യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നുണ്ട്. അവനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. പറഞ്ഞവരുടെ
ഓർമ്മകൾ മൺമറഞ്ഞു പോയപ്പോൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പാടില്ല, യേശുക്രിസ്തുവിനെ പ്രഘോഷിപ്പിക്കാൻ പാടില്ല, ബൈബിൾ വായിക്കാൻ പാടില്ല, ബൈബിൾ കൈമാറ്റം ചെയ്യുവാൻ പാടില്ല, ഈ സത്യം ഉയർത്താൻ പാടില്ല എന്ന് ഉച്ചഭാഷണ അഘോരാത്രം പ്രസംഗിച്ച ഒരുത്തനും ഭൂമിക്കകത്തില്ല. അവന്മാരൊക്കെയും ഭൂമിയുടെ മുകൾ പരപ്പിനകത്ത് പട്ടുപോയപ്പോൾ ഇന്ന് ഞാൻ പറയട്ടെ, ആ പറയപ്പെട്ട യേശുക്രിസ്തു ഏതിനെയാണോ തച്ചുടയ്ക്കുമെന്ന് ഉയർത്തുവാൻ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ചത്, അവരെന്നും അത്യുച്ചനാദത്തോട് വിളിച്ചു പറയാം, ആ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. അവനെപ്പറ്റി പ്രസംഗിക്കുന്നു, അവനെപ്പറ്റി പ്രഘോഷിക്കുന്നു, അവനെപ്പറ്റി വായിക്കും. ലോകമെമ്പാടും ചർച്ചാ വിഷയമായി തീർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സംഘപരിവാറുകളോ RSSകാരോ മുസ്ലിം തീവ്രവാദികളെ കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോ, നിങ്ങൾ പടപ്പോരാളിയായി എഴുന്നേറ്റു എന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചാലെന്നും ഒതുക്കപ്പെടുന്നതല്ല ക്രൈസ്തവ കൂട്ടങ്ങൾ, ക്രൈസ്തവ സഭകൾ. പ്രാർത്ഥിക്കുന്നവരാണ്, മുട്ടുമടക്കുന്നവരാണ്, ദൈവത്തോട് കരയുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആരെങ്കിലും വിഷവിത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവനോട് പറയാ, നിങ്ങളുടെ ജീവിതം നാശത്തിലേക്ക് പോകും. ആരുടെയെങ്കിലും വാക്ക് കേട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. നിങ്ങൾ നാനാവിശേഷമായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് പറഞ്ഞേക്ക്, ഇതൊന്നും നശിക്കത്തില്ല, നടക്കത്തില്ല. പിന്നെ പലയിടത്ത് അക്രമങ്ങൾ ചെയ്തു വന്ന് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ തന്നെ ആക്രമിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോ എടുത്ത് പ്രഘോഷിക്കാം. അതിനല്ലാതെ അതിനപ്പുറം ദൈവസഭയ്ക്ക്, ദൈവ ആരാധനകൾക്കോ വിശ്വാസത്തിനോ അല്ലെങ്കിൽ ദൈവത്തെ പ്രഘോഷിക്കുന്നതിനോ ഒരു മുടക്കമുണ്ടാകത്തില്ല. അതിനിയും സത്യമായി ഞങ്ങൾ പ്രസംഗിക്കും, സത്യമായി തന്നെ പ്രഘോഷിക്കും. ഇനിയും ബൈബിൾ കൊടുക്കും, ഇനിയും ട്രാക്ട് കൊടുക്കും. പലയിടത്തും യേശു കർത്താവിനെ ഉയർത്തുകയും ചെയ്യും. അതിന് അതിപ്പോൾ പറയാം, കൊന്നുകളയുമെന്ന്. കൊല്ലും എന്ന് കണ്ടിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ആർജവത്തോടെ ഇറങ്ങി തിരിച്ചു തന്നെയാണ് നിങ്ങൾ കൊല്ലുമെന്നും. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പൊക്കെയും തിരുവനന്തപുരം ശാന്തി മഠത്തിനകത്തിട്ട് ഞങ്ങളെ കൊല്ലാൻ നോക്കിയതാണ്. എന്നിട്ട് പോലും ഞങ്ങൾ മടുത്തു പോകാതെ ധൈര്യത്തോടെ പ്രഘോഷിക്കുന്നത് യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ മധുരിമയും യേശുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അന്ന് കൊല്ലാൻ നോക്കിയിട്ടും ഞങ്ങളാരും പേടിച്ച് ഓടിപ്പോയിട്ടൊന്നുമില്ല. ഇന്നും പ്രസംഗിക്കും, ഇന്നും പ്രഘോഷിക്കും. എത്രയിടത്ത് പോയി, തിരുവനന്തപുരം, കൊല്ലം, കടയ്ക്കൽ, ആലപ്പുഴയ്ക്ക് ബോർഡറിൽ തിരുവനന്തപുരം ശാന്തിമഠം ഇവിടെയൊക്കെ വെച്ച് നോക്കി കേരളത്തിനകത്ത് പലയിടത്തും ഞങ്ങളെ ആക്രമിക്കാൻ നോക്കിയിട്ടുണ്ട്. കൊല്ലുവാൻ വേണ്ടി പടക്കൂട്ടങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾ അതിനകത്ത് ദൈവം നാം രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വീട്ടിനകത്തൊരു മൂലയ്ക്കകത്തേക്ക് ഒതുങ്ങിയിരിക്കുന്നില്ല. ഇനിയും വാളുകൾ വരുമെന്നറിയാം. ഇനിയും കൈകൾ നമുക്ക് യേശുക്രിസ്തുവിനെ ഉയർത്തുന്നത് കൊണ്ട് അനേക കൈകൾ നമുക്ക് വിരോധമായി ഉയർന്നു എന്ന് വരാം. ഉയരട്ടെ, വാളുകൾ തുടങ്ങട്ടെ. എന്നാലും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ നിന്ന് മാറുവാൻ നമുക്ക് ഒരു മനസ്സുമില്ല. ഇനിയും അത്യുച്ചനാദത്തോടെ പ്രസംഗിക്കും. യേശു മാത്രമാണ് രക്ഷ, യേശു മാത്രമാണ് ദൈവം, യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, യേശുവിൽ കൂടെ മാത്രമേ സ്വർഗമുള്ളൂ, യേശു മാത്രമാണ് ദൈവം, യേശുവിൽ കൂടെ മാത്രമേ മാനവനും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്ന് മോചനമുള്ളൂ എന്ന് ജീവിക്കുന്ന കാലമൊക്കെ ജീവന്റെ തുടുപ്പൊരു തുള്ളിയെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയും, യേശു ജീവിക്കുന്ന ദൈവമാണെന്നും അവനിൽ കൂടെ മാത്രമേ നിത്യരക്ഷ ഉള്ളൂ എന്നും മരണശേഷം നിത്യജീവനിൽ യേശുവിൽ കൂടെ മാത്രമേ രക്ഷ ഉള്ളൂ എന്ന് സത്യമായി അത്യുച്ചനാദത്തോട് വിളിച്ചു പറയും. ഗോഡ് ബ്ലസ് യു. ആമേൻ.